ഹലോ ഫ്രണ്ട്സ്, ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് +1 സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൽ പിന്നീട് പറഞ്ഞു പോകുന്ന ഇൻഡസ്ട്രി, ഫോറിൻ ട്രേഡ്, ഓക്യുപ്പേഷൻ, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായിട്ടെടുത്ത് പരിശോധിക്കാം. ആദ്യത്തിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ്. ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് വെർ ഇൻ എ പത്തറ്റിക് കണ്ടീഷൻ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കോളനി കാലഘട്ടങ്ങളിൽ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ വ്യാവസായിക മേഖല എന്ന് പറയുന്നത് ഒരു ശൈശവഘട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഇന്ത്യയെ അവർ കണ്ടിരുന്നത് ഒരു അസംസ്കൃത വസ്തുക്കളുടെ ഒരു ഉറവിടമായിട്ട്. ബ്രിട്ടനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികൾക്ക്, അവിടുത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ വളർന്നിരിക്കുന്ന വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളുടെ, റോ മെറ്റീരിയലുകളുടെ ഒരു സോഴ്സായിട്ട് ഇന്ത്യയെ കണ്ടു. അതോടൊപ്പം അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിച്ചു കൂട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതില്ല ഫിനിഷ്ഡ് കമോഡിറ്റീസിൻ്റെ ഒരു വലിയ മാർക്കറ്റായിട്ട്, അത് വിറ്റഴിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റായിട്ടും ഇന്ത്യയെ കണ്ടു. ഇതിനിടയിൽ ഈ ഒരു പോളിസി തന്നെ മുന്നോട്ട് വെച്ച് ബ്രിട്ടീഷുകാർ അവർ ഇന്ത്യൻ ഇക്കോണമിയെ ട്രീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വ്യവസായശാല കാര്യമായിട്ട് അവർ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന കോട്ടേജ് ഇൻഡസ്ട്രീസും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, മാനുഫാക്ചറിങ്, ആ ഫീൽഡുകൾ, ആ മേഖലകളെല്ലാം തകർത്തെറിയുന്ന, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നിടത്ത് ഒരു പുതിയ കാൽവെപ്പായിട്ട് ജംഷഡ്ജി ടാറ്റയാണ് ജംഷഡ്പൂരിൽ, ബീഹാറിലെ ജംഷഡ്പൂരിൽ 1907 ടിസ്കോ ആരംഭിക്കുന്നത്. അത് ആ കാലഘട്ടങ്ങളിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ബാക്ക് ബോണാണ്. അത് ആ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അത് ടിസ്കോ പോലെ അത്തരത്തിലുള്ള ഹെവി ഇൻഡസ്ട്രീസ് ഒന്നും ഈ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് ആ പാഠഭാഗത്തിലൂടെ പറയുന്നുണ്ട്. ഈ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിൽ ഉത്ഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കോൺട്രിബ്യൂഷൻ ടു GDP ഫ്രം അവർ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ബിലോ 13% താഴെയായിരുന്നു. 13% താഴെയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇക്കോണമിയിലെ വ്യവസായ മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്തരത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ, ഇനി ആ പാഠഭാഗം മുന്നോട്ട് പോകുന്നത് ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട വ്യാപാര ബന്ധം. ഇന്ത്യൻ ഫോറിൻ ട്രേഡിൻ്റെ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഹാവ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടൻ. ഈ പദത്തിൽ തന്നെ അത് വ്യക്തമാണ്. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു എന്ന് ആ പാഠഭാഗം വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നതൊക്കെ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളാണ്, ഫിനിഷ്ഡ് കമോഡിറ്റീസ് അല്ല. ഈ അസംസ്കൃത വസ്തുക്കൾക്ക് സ്വാഭാവികമായിട്ടും തുച്ഛമായ വിലയെ ലഭിക്കൂ എന്നുള്ളതും അവിടെ ആഡ് ഓൺ നടക്കുന്നില്ല, അവിടെ ഒരു വാല്യൂ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തി ഇവിടെ മണ്ണിൽ പണിയെടുപ്പിച്ചു. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, കോട്ടനും ജ്യൂട്ടും അതുപോലെ പറയുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ, ബ്രിട്ടനിൽ വളരുന്ന വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. അത്തരം ഇൻപുട്ടുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തു. അത് അവിടെ ഫിനിഷ്ഡ് കമോഡിറ്റീസ് ആക്കുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വിലക്ക്, ഭീമമായ വിലക്ക് അത് ഫിനിഷ്ഡ് കമോഡിറ്റീസ് ആക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് പ്രൈമറി കമോഡിറ്റീസ് ആയിരുന്നു. അതിലൊരു സർപ്ലസ് ഇന്ത്യ ഏൺ ചെയ്തിരുന്നു. പക്ഷേ ആ സർപ്ലസ് മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് ബ്രിട്ടൻ തന്നെ അത് കൈവശപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പാഠഭാഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന തിയറിയിലൂടെ ഒക്കെ അത് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിയത് ഇങ്ങനെ. ഇനി ആ പാഠഭാഗം മുന്നോട്ട് പോകുന്നത് ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്.
അത് അവിടെ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയെക്കുറിച്ച് പറയുന്നത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റുമാണ്. ഇത് മിക്കതും ഒരു ലെസ് ഡെവലപ്ഡ് നാഷൻസിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയിലൊക്കെ ബർത്ത് റേറ്റും വളരെ കൂടുതൽ, എന്നാൽ ഡെത്ത് റേറ്റും വളരെ കൂടുതൽ. അതൊരിക്കലും ഒരു ഇക്കോണമിക്ക് നല്ലതല്ല. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ ബർത്ത് റേറ്റ് ആണ്, ഡെത്ത് റേറ്റ് കുറയും, ലോ ഡെത്ത് റേറ്റ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, അങ്ങനെ പറയുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഹൈ ബർത്ത് റേറ്റ് ബട്ട് ലോ ഡെത്ത് റേറ്റ്, അവിടെ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലോ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡെവലപ്ഡ് സ്റ്റേജാണ്, ഇതൊരു സ്റ്റാറ്റിക് സ്റ്റേജാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനന നിരക്ക് കൺട്രോൾഡ് ആണ്, അതേസമയം ജനിച്ചവരെ അവരുടെ ജീവൻ നിലനിർത്താൻ ആ ഇക്കോണമിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ 1921 വരെ ഇന്ത്യ ഒന്നാം സ്റ്റേജിലും 21 ശേഷമാണ് നമ്മൾ രണ്ടാം സ്റ്റേജിലേക്ക് വന്നത്. 1881 ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് തുടർന്നുള്ള ഓരോ 10 വർഷങ്ങളിലും നമ്മുടെ സെൻസസ് പോപ്പുലേഷൻ സെൻസസ് നടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആ കാലഘട്ടങ്ങളിലെ ലിറ്ററസി റേറ്റിനെ കുറിച്ചും ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചും പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസിനെ കുറിച്ചും ഫീമെയിൽ ലിറ്ററസിയെ കുറിച്ചൊക്കെ ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിലെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. 16% ആയിരുന്നു സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. അതിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് വളരെ പെത്തറ്റിക് ആണ്. 7% ഇന്ത്യയിലെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 32 ആയിരുന്നു. ആ കാലഘട്ടങ്ങളിലെ കൊളോണിയൽ പീരീഡിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 32, വളരെ കുറവായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 32 വയസ്സ് എന്നതായിരുന്നു. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 218 ആണ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 1 വയസ്സ് പൂർത്തിയാവുന്നതിന് മുൻപ് 218 കുഞ്ഞുങ്ങളോളം മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ആ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. പിന്നീട് ആ ചാപ്റ്ററിൽ ഒക്യുപ്പേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊരു ഇക്കോണമിയുടെയും ഒക്യുപ്പേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടറുകളാണ്. പ്രൈമറി അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ, ഇവിടെയാണ് തൊഴിലിടങ്ങളായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ വലിയ പ്രിഡോമിനൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറായിരുന്നു. കൂടുതലായിട്ടും ആളുകൾ എൻഗേജ്ഡ് ആയിരുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് ഇൻഫാൻറ്റ് സ്റ്റേജിലായിരുന്നു. അതുപോലെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് കാര്യമായിട്ട് വികാസം പ്രാപിച്ചിരുന്നില്ല. ഇൻഡസ്ട്രിയും സർവീസ് സെക്ടറും കാര്യമായിട്ട് വികാസം പ്രാപിക്കാത്തതാണ് ഈ അഗ്രികൾച്ചറിൽ തുച്ഛമായ വേതനത്തിന് വേണ്ടി തൊഴിലെടുക്കേണ്ടി വന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇനി ആ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കോളനി കാലഘട്ടങ്ങളിലെ ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയെക്കുറിച്ച് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, റെയിൽവേകൾ, അതുപോലെ പോർട്ടുകൾ, കമ്മ്യൂണിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു ഫേവറബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നിടത്ത് ഈ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അതിന് മുന്നിൽ വെച്ചിരുന്നത് അവരുടേതാവുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷനാണ് 1850. അതിൻ്റെ പിറകിൽ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻക്രീസ് ദ വോളിയം ഓഫ് ട്രേഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് റോ മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുന്നതിനും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് അവരുടെ ഫിനിഷ്ഡ് കമ്മോഡിറ്റീസ് എത്തിക്കുന്നതിനു വേണ്ടി റെയിൽവേ അവർ സ്ഥാപിച്ചു. അതുപോലെ പോസ്റ്റൽ സംവിധാനങ്ങൾ, ടെലഗ്രാംസ്, പോർട്ടുകൾ, മെഡിക്കൽ സയൻസ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻസ്, ഇതൊക്കെ കൊളോണിയൽ കോൺട്രിബ്യൂഷൻസ് ആണ്. കൊളോണിയൽ പീരീഡിൽ വളർന്നു വന്ന ഇൻഫ്രാസ്ട്രക്ചറുകളാണ്. അത് ഫേവറബിൾ ആണ്. അതിന് പിറകിലുണ്ടായിരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതൊക്കെ ആയിരുന്നെങ്കിലും അത് ഇന്ത്യക്ക് ഇന്നും ഒരു മുതൽക്കൂട്ടായിട്ട് മാറി നിൽക്കുന്നുണ്ട്. ആ പാഠഭാഗത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് പലപ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായി നിന്നിരുന്ന ഏത് മേഖലയാണ്? അത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും അതുപോലെ ഫോറിൻ ട്രേഡും ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസും ഒക്യുപ്പേഷണലും എല്ലാം എടുക്കുമ്പോൾ
അവിടെയൊന്നും കാണാത്ത ഒരു പോസിറ്റീവ്നെസ് ഇൻഫ്രാസ്ട്രക്ചറിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പിറകിലുണ്ടായിരുന്ന ബ്രിട്ടൻ്റെ ലക്ഷ്യങ്ങൾ അത് ഇന്ത്യയെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ പോലും അവരുടെ കാലഘട്ടത്തിന് ശേഷം അത് ഫർദർ ഡെവലപ്മെൻറ്റിന് ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുകൂടി ആ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്ത്യൻ ഇക്കോണമിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അവിടെ നമ്മൾ പ്രീ കൊളോണിയൽ പീരീഡിനെ കുറിച്ച് പറഞ്ഞു. കൊളോണിയൽ പീരീഡിലുള്ള അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറിൻ ട്രേഡ്, ഒക്യുപ്പേഷൻ, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊളോണിയൽ പീരീഡിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വേണ്ടത് വിദ്യാർത്ഥികൾ കൃത്യമായി ആ പാഠപുസ്തകങ്ങൾ എടുത്ത് അതിലെല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. വിദ്യാർത്ഥികളോട്, ഇത് കാണുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇതിന് മുന്നേ നടന്ന ക്ലാസ്സുകൾ ലഭിക്കാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളും ലഭിക്കാൻ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഉടനെ തന്നെ നിങ്ങൾക്കത് എത്തുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.